ഭവനത്തിലുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവരും അവരോട് ഇരുന്നായിരുന്നു. ശോഭയേറും നാളുന്നുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്താൽ കാലൻ വാസം നമുക്കൊരുക്കി നൽകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ടു ധരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കേൾക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ജീവന്റെ മരണത്തിന് അധികാരമുള്ള ദൈവമായ കർത്താവേ, മൂലം പാപത്തിനും മരണത്തിനും അതീതരായി തീർന്ന ഞങ്ങളുടെ വർഷത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ മാതാവിന്റെ സംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധി ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളോ അപേക്ഷകൾ കൈക്കൊള്ളണമേ. പിതാവും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനന്തതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യ ആയുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള ഒരുപാടിനും യോഗ്യമായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ.
ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. എന്തെന്നാൽ മനുഷ്യനൊരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? ജീവിച്ചിരുന്ന ഈ മനുഷ്യനെ എളിമയിലേക്ക് തിരിമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് ചെയ്തു. മനുഷ്യൻ പുകയ്ക്ക് സദൃശ്യമാകുന്നു, അവന്റെ ദിവസങ്ങളിൽ നിഴൽ പോലെ കടന്നു പോകുന്നു. എന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. എന്നാൽ കാറ്റതിന്മേലടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല. മരിച്ചവനും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കയില്ല. Maayulla
സകലാശുദ്ധിയും ഞങ്ങളെ വെളിപ്പുള്ളവരാക്കി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധ രൂപായുമായ ദൈവമേ, നിന്റെ സന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തില് നിത്യസന്തോഷത്തിൽ ഞങ്ങൾ ലോകനായി തീരുകയും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിതനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊളിയിൽ പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സിദ്ധിയെ പുതുതാക്കുന്നവനുമായി നശിക്കാവുന്നവരാണ്. തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷയുടെ നേതൃത്വം നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജ്യങ്ങളായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ പ്രചിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കർത്താക്കപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേർന്നുള്ളവരെ അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയവനായി അശേഷം തലകളയാതെ സർവ്വലോകത്തിന്റെ മരുഭയനായി ദിനേകപുത്രനെ നിയമിച്ച് അവന്റെ മഹത്വമുള്ള മരണം എന്ന മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളോ അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച് യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാക്കി നല്ലവരുടെയും ദുഷ്ടന്റെയും പ്രവൃത്തികളും പ്രതികൂലം ചെയ്യുകയും ബുദ്ധിയോട് അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിയന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ചേർന്ന് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ സത്യമുള്ളവയാകുന്നവയോ ആക്കാരും വിശുദ്ധങ്ങളോട് ചേർക്കുകയും ചെയ്യുമ്പോൾ തിരുനാമങ്ങളും ദൈവികമായ ശുശ്രൂഷകളെ സംബന്ധിച്ചതും നിന്റെ ഏകപുത്രന്റെ പുരുഷാർത്ഥത്തിൽ ആശ്രയിച്ചതുമായ ഈ മാതാവ് ആഴമുള്ള പാതാളത്തിൽ കൈപ്പെടുകയില്ലെന്നു കെട്ടുപോകാത്ത അതിജാതിരി വേദനപ്പെടുകയില്ലെന്നു നിന്റെ പ്രകാശം കൊണ്ട് ഈ മാതാവ് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകളുടെ പദ്ധതികൾ ഉൾപ്പെടുകയും വരും ഭാഗങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോട് നിന്റെ മാതാവിന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യവും ഭൗതികരമായ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കരുണ്യവാനായ കർത്താവേ, മനസ്സുള്ള ദൈവമേ, ഈ മാതാവിന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ മാതാവിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇതിന്റെ കരുണയുടെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെ ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനയുമായി നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവസന്തന്മാർ ഇവരെ വിളിക്കണമേ. തീരാത്തവർക്കത് വീഴാതിരിക്കാൻ ദൈവികമായ പ്രത്യാശമുണ്ട്. ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള മകനെയുള്ള വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയമുള്ള ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുന്നതാകണമേ. ആത്മീയവും ലൗകികമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാകണമേ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീതിമാനായ ഈയോബിനെ പോലെ നിനക്ക് സ്വാതന്ത്ര്യം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നതുകൊണ്ട്
ഞങ്ങളുടെ ജീവിത നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടാൻ ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുവാനാകണമേ. നിന്റെ സിംഹാസനത്തിലും ശ്രേഷ്ഠമായ ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിനക്കുള്ളിനെ കൂടുതലും മനുഷ്യനായിരിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ അവരായിത്തീരുകയും ചെയ്യുവാനാകണമേ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാൽ ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കുകയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും നീ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകോപത്തിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാവുന്നെന്നും നാളെ നാം എവിടെയായിരിക്കുന്നുവെന്നും ഓർത്തോളുവീൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്ന നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്ന ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അറിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ വാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവീൻ. നീക്കമൊരാത്ത അധികാരമുള്ളവർ വാഴ്ത്തപ്പെട്ടവരാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുകയും പുരുത്താലത്തെങ്കിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന വിഷയം വാഴ്ത്തപ്പെട്ടവരാകുന്നു. ഓ മരിച്ചവരെ അടുത്തല്ലോ എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യം. ക്രിസ്തു മരിച്ചിട്ട് എഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു എന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികയും ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവർ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്നവരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്രകൊണ്ടവരും നശിച്ചു പോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യർക്കും മനുഷ്യന്മാരത്രേ. എല്ലാവർക്കും എഴുന്നേൽക്കാം.
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെയും നിങ്ങളുടെയും ഉണ്ടായിരുന്ന സകല ദോഷവും നിങ്ങളെ കാത്തുമറിച്ച് സകല നന്മകൾക്ക് നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ അവസാനിച്ചു. പ്രിയപ്പെട്ട തോമസ് മാർട്ടിച്ച് നമ്മുടെ എല്ലാവരും പ്രത്യേക സന്തോഷം അദ്ദേഹം അറിയിക്കുന്നു. തുടർന്ന് അതിനു മുമ്പായിട്ട് അടുത്ത് വന്ന് അന്തിചുംബനം കൊടുക്കാം. വളരെ അടുത്ത റിലേറ്റീവ്സിന് മാത്രം. ബാക്കിയുള്ളവരാരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഈ സമയത്ത് വന്ന് കണ്ട് മടങ്ങിപ്പോകാവുന്നതാണ്. ഈ വടക്ക് ഭാഗത്തൂടെ വന്ന് കിഴക്ക് വശത്തൂടെ വന്ന് തെക്കൂടെ പടിഞ്ഞാറ് ഇറങ്ങിപ്പോകാവുന്നതാണ്. Kasere pidiamo? Ciao. Pidiamo? Kasere pidiamo?
ക്യാമറ ബാഗ് എവിടെയും എടുത്തോ. ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് വരാം. ട്രൈപോഡ് എടുത്തോ. ട്രൈപോഡെല്ലാം ഉണ്ട്. ഓക്കെ. ആ Be in me, Father.
ദൈവകാര്യങ്ങൾ ഇണങ്ങി ആയുധമായി തീർന്ന അമ്മ. എത്ര പറഞ്ഞാലും അമ്മമാരെ കുറിച്ചുള്ള പ്രധാനങ്ങൾ തീരുകയില്ല. ഒരു ദിവസം രാവിലെ നമ്മുടെ അമ്മമാർ നമ്മൾ എഴുന്നേൽക്കും മുമ്പ് എഴുന്നേക്കും. അമ്മമാർ അല്ലെങ്കിൽ ഭാര്യമാർ കുടുംബിനിയാണ്. നമ്മളൊക്കെ എഴുന്നേൽക്കുന്ന മുമ്പേ അവരെഴുന്നേക്കും. നമ്മൾ കിടന്ന് ഉറങ്ങി കഴിഞ്ഞായിരിക്കും അവർ ഉറങ്ങുക. ഈ സമയം മുഴുവനും അവർ
എത്ര ദൂരമാണ് നടക്കുന്നത്. ഒരമ്മ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്ന വരെയുള്ള ദൂരം നേരെ പോയാൽ കന്യാകുമാരി എത്തുന്നതാണ്. അടുക്കളയിലോട്ട് പോകുന്നു, വീടിനകത്ത് വരുന്നു, ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നു, പാചകം ചെയ്യാൻ പോകുന്നു, കുടുംബത്തിൽ പോകുന്നു, മുറ്റത്ത് പോകുന്നു, കിണറ്റിലേക്ക് പോകുന്നു, കോഴിയെ പോകുന്നു. അങ്ങനെ നടക്കുക എന്ന് നടക്കുക. ഞാൻ വളരെ നേരെ നടന്നാൽ കിലോമീറ്ററുകൾ താണ്ടും. അത്രമാത്രം അത്യധ്വാനം ചെയ്യുന്ന പ്രിയ നമ്മുടെ അമ്മമാണ്. അതുകൊണ്ട് അമ്മമാരെ നമുക്ക് മറക്കാൻ, അമ്മമാരിൽ നിന്ന് മാറിപ്പോകാൻ നമുക്ക് ഇടയാവരുത്. ദൈവത്തെ നോക്കുന്നത് പോലെ അമ്മമാരെ നോക്കുവാൻ, ദൈവത്തെ കേൾക്കുന്നത് പോലെ അമ്മമാരെ കേൾക്കുവാൻ, ദൈവത്തെ കാണുന്നത് പോലെ അമ്മമാരെ കാണുക. അങ്ങനെ പറയുന്നത് അവിവേകമായിരിക്കാം. എല്ലാവരും ഇവിടെ ദൈവമാണെന്നുള്ളത് മറന്നു പോകാതെ പറയുക. അടുത്ത കാലത്തൊക്കെ നമ്മൾ കാണുന്ന ചിത്രങ്ങൾ, വാർത്തകളൊക്കെ സങ്കടകരമാണ്. അമ്മമാരെ തല്ലുന്ന മക്കൾ, അമ്മമാരെ വെളിയിലേക്ക് ഉപേക്ഷിച്ചു പോകുന്ന മക്കൾ, ഗുരുവായൂർ അമ്പലനടയിൽ കൊണ്ടുവന്ന് നടതള്ളുന്ന ഒത്തിരി അമ്മമാർ. അങ്ങനെയുള്ളത് നമ്മുടെ അമ്മമാരെ അമ്മമാരോട് ഒന്നിച്ച് കഴിയുന്ന, ശുശ്രൂഷിക്കുന്ന, സ്നേഹിക്കുന്ന നമ്മുടെ ഭവനങ്ങൾ എത്ര ധന്യമാണ്. ഒത്തിരി സങ്കടകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും, പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകും. ഒരമ്മ കഞ്ഞികൊണ്ട് ഇരുന്ന മരുമകളോടൊപ്പം ഓടിയുന്നുണ്ട്. കാലം അനക്കാൻ പറ്റുക, കൈ അനക്കി മാറ്റിക്കൊണ്ട് ഓടിക്കുന്നു. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മുടെ അമ്മമാരോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. മലമൂത്ര വിസർജനം അവർ കിടക്കയിൽ തന്നെ ആയിരിക്കുമ്പോൾ നമുക്ക് അറപ്പുണ്ടാകും. പക്ഷെ യാതൊരു അറപ്പുമില്ലാതെ നമ്മുടെ മലമൂത്ര വിസർജനം കൈകളിൽ കോരിയെടുത്തവരാണ്, മടിയിൽ സൂക്ഷിച്ചവരാണ് നമ്മുടെ അമ്മമാരെന്നുള്ളവരേക്കും മാറുന്നത്. എത്ര സ്നേഹിച്ചാലും അത് അധികമാകും അമ്മമാർ. കഴിഞ്ഞ ദിവസം കണ്ടത് ഒരു അമ്മയും അവൻ വളരെ ക്രൂരമായി മർദ്ദിക്കുന്നു. പരാതിയൊന്നുമില്ല. പോലീസ് പിടിച്ചുകൊണ്ടുപോയി. പോലീസോട് പറയാ അവനെ വിടുവിക്കണം, അവനെ ശിക്ഷിക്കല്ലേ എന്ന്. അമ്മയല്ലാതെ ആര് പറയുന്നു? യേശു കർത്താവ് പോലും ക്രൂശിൽ പരമമായ വേദന അനുഭവിക്കുമ്പോൾ അമ്മയെ കണ്ടിട്ട് അടുത്തിരിക്കുന്ന യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, ഈ അമ്മ എൻ്റെ അമ്മയാണ്, ഇനി എന്നെയും നോക്കണം. അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ വീട്ടിലും അധികം വരാറില്ലെങ്കിലും ഒരു മകനുണ്ടെന്ന് അമ്മയ്ക്ക് പറയാമായിരുന്നു. ഇനി അതില്ല, ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്ഥലത്തിലേക്ക് കയറി പോകുക. അമ്മേ, ആ നിൽക്കുന്ന യോഹന്നാനാണ് ഇനി എൻ്റെ മകൻ. എത്ര വികാര സമുദ്രമായ അമ്മമാർ ദൈവത്തിൻ്റെ ദാനമാണ്. കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നമ്മുടെ അമ്മമാർ, അപ്പന്മാർ ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതോർത്ത് ദൈവത്തെ സ്തോത്രം, ദൈവത്തെ സ്തുതിക്കണം. നമുക്ക് ഈ ഒരു അനുഭവം ഉണ്ടെന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഈ കാലത്ത് നമ്മൾ ഇതുപോലെ കിടക്കുകയായിരിക്കാം, ഇതുപോലെ തന്നെ അനുഭവിച്ചിരിക്കാം. മക്കളുടെ സ്നേഹ വായ്പകൾ നമ്മൾ ആഗ്രഹിച്ചെന്നിരിക്കാം, കിടക്കുകയാൻ പോയിരിക്കാം. അതുകൊണ്ടല്ല, അല്ലാതെ തന്നെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മക്കൾ, മാതാപിതാക്കൾ നിർവഹിക്കണം. ഇതിലൊക്കെ ദൈവത്തിൻ്റെ കൃപ ആവശ്യം. ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ആരെയും സ്നേഹിക്കാനും കരുതാനും ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് ദൈവകൃപയെ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പ്രേരിതരായി ദൈവകൃപയിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ അമ്മമാരെ, നമ്മുടെ അപ്പന്മാരെ ശുശ്രൂഷിക്കുവാൻ, സ്നേഹിക്കുവാൻ ഇടയാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക്
മാതാപിതാക്കൾക്കിടയാവണം. ആ വലിയൊരു ബന്ധത്തിൽ ദൈവവിലാസമിച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടയാകട്ടെ. ഈ അമ്മ മക്കളെ വളർത്തി വലുതാക്കി അവരൊക്കെ ഓരോ സ്ഥാനങ്ങളിൽ എത്തിപ്പറ്റി അവരുടെയൊക്കെ സന്തോഷം അത് കണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യും. ഈ അമ്മയ്ക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ പരിമിതമായ സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ചെയ്യാവുന്ന വിധത്തിലൊരു യാത്രയൊക്കെ നമുക്ക് നൽകുവാൻ കഴിയും. ദൈവത്തോടുള്ള നന്ദിയാണ് ഈ സമയത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ദൈവമേ, ഈ അമ്മയെ ഞങ്ങൾക്ക് തന്നതിന് സ്തോത്രം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അമ്മയ്ക്ക് നമുക്ക് എല്ലാ യാത്ര നമ്മൾ ആശംസിക്കുന്നു. ഇതുകൊണ്ടെല്ലാം തീരെയായില്ല. ഒരു ദിവസം നമ്മൾ അമ്മയെ തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗമുണ്ട്. യേശുവിൻ്റെ മാതൃകത്തിൽ ആ സുന്ദരമായ കാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കും. അവയാൽ നാളും നാടികയുമായി ഒരുങ്ങിയിരിക്കാം, ഉണർന്നിരിക്കാം, ചക്രതയോടെ ഈ ഭവനത്തെ പ്രത്യേകം ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ, സമാധാനം അറിയിക്കണം. ദൂരെയും ചാരത്തുമായി പ്രിയപ്പെട്ടവരെ ദൈവസകല ബുദ്ധിയെങ്കിലും ദൈവ സമാധാനത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഇടവകയിലെ ഇടവമിഷന്റെ അനുസരണം അറിയിച്ചുകൊണ്ട് ഇപ്പോൾ സമർപ്പിക്കുന്നു. ഇടവമിഷന്റെ അറിയിപ്പ് സമർപ്പിക്കുന്നു. ഇടവക സെമിനാ സംഘത്തിന്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് അറിയിപ്പ് സമർപ്പിക്കുന്നു. ഇടവകയുടെ ആകമാനമുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഭവനത്തിന്റെ ദുഃഖത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അനുശോചനം അറിയിക്കുന്നു, അറിയിപ്പ് സമർപ്പിക്കുന്നു. ഇടവക സെക്രട്ടറി ട്രസ്റ്റി ചേർന്ന് അറിയിപ്പ് സമർപ്പിക്കുന്നു. കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുടുംബത്തെ കാണുന്നവരായിരിക്കുന്ന ദൈവത്തെ സമ്മതിച്ച് സംസാരിക്കും. ഇടവാങ്ങൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അല്ലാതെ വന്നിട്ട് എല്ലാവരെയും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രകൃതിയെ നമുക്ക് അനുകൂലമാക്കി തന്നവർക്ക് ദൈവത്തിന് ആദ്യം നന്ദികയും. പഴയ കാലമാണ്, വളരെ പ്രയാസപ്പെട്ട് കഴിയുകയാണ്. എങ്കിൽ തന്നെ യാതൊരു പ്രയാസമില്ലാതെ നമുക്ക് ഒരുപാട് ദൈവത്തെ മാത്രം ഉപകാരം ചെയ്തു ആദ്യമായി ദൈവത്തിന് നന്ദി പറയും. ചേട്ടയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉപ്പാപ്പിൻ്റെ ഒരു മകനെ 4 പെൺമക്കൾ. ഈ മണ്ണിൽ തന്നെയാണ് ഇവരെല്ലാവരും അടക്കുന്നത്. ഇവിടെ 38 വർഷക്കാലം പൊയ്യക്കരയ്ക്ക് അടുത്തുള്ള സ്ഥലത്താണ് താമസിച്ചു. ആദ്യ കാലത്ത് പുറത്തേടായിരുന്നു. അതിനുശേഷം പൊയ്യക്കര വന്ന് താമസിച്ചു. അവിടെ നിന്ന് ഓരോരുത്തർ സ്ഥലം വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പോൾ ഇതുപോലൊരു സംരക്ഷണത്തിൽ മാതാവിനെ സൂക്ഷിക്കുന്നത് മക്കളെ കാണാൻ താനും അമ്മയ്ക്ക് എന്താണ് ആവശ്യം ഓരോരുത്തർ ഒരാൾ തന്നെ. അങ്ങനെ അമ്മയ്ക്കുള്ള സ്ത്രീയെ അവര് ആഹാരം പാലിക്കൊടുത്ത് ഞാൻ ജീവിതത്തിലാണ്. കാരണം ഒരപ്പ ഇന്നത്തോട് എനിക്ക് മതി എങ്കിലും അതുപോലെ സംരക്ഷിച്ചു. കൊറോണ ബാധിച്ചു, വെള്ളപ്പൊക്കമായി. ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല, നീ എന്നെ വിടണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ അമ്മമാരുടെ സ്വഭാവം. എൻ്റെ അമ്മയും അതുപോലെ മറ്റു മക്കളുടെ വീട്ടിൽ പോയാൽ അവിടുന്ന് വരുത്തി. അപ്പൊ ഞാൻ നിർബന്ധിച്ച് എൻ്റെ കുടുംബത്തിൽ അമ്മ വന്നേ പറ്റി ഞാൻ എടുത്തോണ്ട് വന്നു. അന്നിവിടെ ഈ 2 ഉപ്പാപ്പൻ സ്ഥലം തെക്കേശത്ത്. അപ്പച്ചനും ഉപ്പാപ്പനും 36 സെന്റ് വീതിയും. അങ്ങനെ കടൽ കയറി അത് ചുറ്റിക്കടന്ന് അങ്ങനെ അങ്ങ് പോയി. പക്ഷെ ഞങ്ങൾ ഇവിടെ താമസിച്ചു. അവിടെ നിന്ന് പുറത്തേക്ക് പോയി താമസിച്ചതിന് ശേഷം ഈ 38 വർഷക്കാലം അതിശീലമായിട്ട് എല്ലാവരും ആ ഒരു സ്ഥലത്തെല്ലാം എത്തി. ഇന്നുവരെ പോയിട്ട് ദൈവത്തിന് എത്രമാത്രം നന്ദി പറയണം. നമുക്കൊന്നും പോരുവാനിട്ട് ജോലി ചെയ്തിരിക്കുന്ന ഉപകാരത്തിന് 14 തന്നെ പറയേണ്ടത്. ഇത്രത്തോളം ചെയ്ത വേറൊരു കാര്യം പറഞ്ഞു. ഐസനെ വിളിച്ചു. എത്ര വേണം?
യാത്രയില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ ദൈവം അനുവദിക്കുന്നതിൽ മെയ് മാസം മുതൽ ജെയിംസിന്റെ ചില പള്ളിയിലാണ് പോകുന്നത്. ഞാൻ യാത്രയിലാണ്. എത്ര മണി? ഞാൻ ഉച്ചയ്ക്കല്ല, മഴയുടെ കാരണം രാവിലെ കോട്ടയത്ത് തന്നെയായിട്ട്. ആ സമയം നമുക്ക് എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല. പ്രകൃതിമാക്കി തന്നു. ഒരു കാര്യം കൊണ്ടുപോകരുത്. സുഖമില്ലായ്മയുള്ള തലേ ദിവസം അവിടെ പൈപ്പിന്റെ പണിക്ക് നമ്മുടെ ഇടപെട്ട ആളില്ല. തോമസ് കുട്ടി ആരെ അപ്പോൾ സംസാരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇടപെടുന്നതാണ്. അങ്ങനെ വന്നിരിക്കുന്ന ഒരാള് പിറ്റേന്ന് രാവിലെ 6 മണി ആയപ്പോൾ അമ്മയ്ക്ക് ചെയ്ത വയ്യ, ഡോക്ടറെ കാണുന്നു. ഞാൻ അവിടെ ഈ എന്തിനാണ് ഡോക്ടറെ കാണുന്നത്? ഈ പ്രായമുള്ളത്. ഞങ്ങൾ ഞാൻ വീട്ടിൽ ചെന്നു. 2 മാസത്തിലല്ലേ പറഞ്ഞേ, സാധാരണമാരെ വിളിക്കുക ഞായറാഴ്ച കുർബാനയ്ക്ക് 19 തരത്തിന് വർഷങ്ങൾക്ക് മുമ്പേ ഓർക്കരുത്. ഞായറാഴ്ച രാവിലെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ്റെ അമ്മായി നാട്ടിൽ വന്നി ഞാൻ കുർബാനയ്ക്ക് വന്നു. രാത്രി ഞാൻ അങ്ങനെ ആ കാര്യത്തിലൂടെ ദൈവം ഓരോന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന് അച്ഛൻ റിട്ടയർഡായി. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് അച്ഛൻ പറയണം, ഞാൻ അവിടെ ഇനി എന്തിനാണ് ഞാൻ ഞങ്ങൾക്ക് പഴയത്തിനൊക്കെ തീരാനുള്ള അച്ഛന്മാരാണ്. ഞാൻ 5 മാസമായിട്ട് ഈ പള്ളി കയറി. അച്ഛൻ വന്നതിന് പ്രായമുള്ളതായിട്ടുള്ളതാണ്. ഏതൊരു വർഷാവസാനം എത്താനും ജീവിതത്തിലേക്ക് നടത്തിയാൽ മതി. വർഷാവസാനം വന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്മകളെ ഓർത്ത് ഞാൻ പറഞ്ഞേ പോകും. ഞാൻ അച്ഛനായിട്ട് ഇതിൽ സംസാരിച്ചില്ല. ഒരു 5-10 മാസത്തിനാവുന്നതിൽ ആദ്യമായി നിന്ന് കഴിയും. മറ്റേ 3 ദിവസം കാണാൻ അച്ഛൻ പോയി. ഞാൻ കടപ്പള്ളി 71 കഴിഞ്ഞു, 72 അപ്പൊ ഞാൻ കിടക്കാത്ത രോഗിയാണ്. അച്ഛൻ നേരം വന്നില്ല. കിടപ്പ് രോഗിയെ പറ്റി അച്ഛനോട് വളരെ ജീവിക്കണം. വീടും വരുന്ന കാര്യങ്ങളൊക്കെ ദൈവം പ്രവർത്തിക്കാൻ ആരോഗ്യം തരുന്നു വേണ്ടി പ്രവർത്തിക്കാനുള്ള സഹായിച്ചിട്ട് ഗവൺമെന്റ് വാക്കിയിരിക്കുന്നു. പാപമരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ജഡപ്രകാരം മരിച്ചു നല്ലവൻ മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി. നിന്റെ ഹൃദയാരാധനയുടെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാത്കാരങ്ങളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അശ്വതയുടെ യോഗത്തിൽ നിന്ന് മരണം പോലും നീ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാശിയുടെ സ്വസ്കാര സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവുടെയും സന്തോഷങ്ങളും നീക്കിയിട്ടും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നേടുന്നവരും ഭൂലോകത്തെ നീതിയോടെ ന്യായീകരിക്കുകയും ഓരോരുത്തരും അവനവനാവശ്യം യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്തുഭാഗത്തെ മക്കളായ ഞങ്ങളോട് ചേരുവാൻ ഞങ്ങളെയും യോഗ്യതയോടാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവമേ, നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാന്യമുഖമാക്കുകയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ആശയറ്റവരുടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തുന്നവരും നിദ്രാവശ്യമുള്ള എല്ലാവരെയും പാതാളത്തിന്റെ അന്ധകാരങ്ങളിൽ നിന്ന് കരയറ്റുന്നവരും മരണവിധിയിൽ നശിച്ചു പോയവരെ നവീനമാക്കി അനുഗ്രഹിക്കുന്നവരും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും കീഴിൽ വീണുപോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നതുമായി വിശ്വാസത്തിലാണ് തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. സകലത്തിനെയും ആത്മാക്കളുടെ ശരീരങ്ങളുടെ സൃഷ്ടാവും മനുഷ്യ
മനുഷ്യവർഗത്തെ ഉണ്ടാക്കിയവനും ജീവനോടിരിക്കുന്നവർക്ക് എന്താത്തിന് അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറങ്ങുന്നവനും അതിൽ നിന്ന് കരയേറ്റനുമായ ദൈവമേ, ബലവാനും കരയുള്ളവനും ദയാലുമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്നതായി നിന്റെ ദാസിയുടെ ശബ്ദകാലത്തിന്റെ ഈ സമയത്തും ഞങ്ങൾ കഴിക്കുന്നതായി ശുശ്രൂഷ കരുണയുടെ കൈക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ദാസി സമാധാനം തുറമുഖത്ത് ചെന്നെത്തുകയും നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിൽ നിന്റെ കൽപ്പന പ്രമാണിച്ചിട്ടുള്ള എല്ലാം പുണ്യവതികളോടും വിശുദ്ധാവതികളോടും കൂടെ ചേരുകയും മാതാക്കന്മാരോടും കൂടെ ഇവൾ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനിക്കുന്നതുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷ പരിപൂർണമായ വെളിച്ചത്തിന്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും ദീർഘനിശ്വാസമില്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിന്റെ നിത്യജീവന്റെയും ഭവനത്തിൽ ഇവൾ വസിക്കുകയും പുതിയ സ്തുതിയുടെ ആത്മീയ സന്തോഷത്തിന്റെയും ശബ്ദം ഇവൾ കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലൂടെ കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനം നിന്റെ അടുക്കലേറെ വീണ്ടെടുപ്പുള്ളതിനാൽ അറിയാതെയും മനസ്സോടും മനസ്സും കൂടാതെ ഞങ്ങൾ ചെയ്തു പോയ സകലങ്ങളും പാപങ്ങളും തന്നെയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിലെന്നോണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും നിന്റെ സന്തോഷത്തിന്റെ പ്രകാശമുള്ള കൂടാരങ്ങളിൽ ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദപൂർണ്ണ പരിപൂർണമായ സ്വർഗീയമണവർക്ക് ഞങ്ങൾ നൽകുന്നവരായിത്തീരുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ പിതാവിന്റെ പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയുകയും ചെയ്യുമാറാകണമേ. മുഴുവനായിപ്പോഴും തന്നെ വിശ്വസിച്ചിടുവിൻ പാപികളെ ഉന്നതത്തിൽ മേലുള്ളവർക്കും കാലത്തിൽ താഴെയുള്ളവർക്കും കബറുകൾ മരിച്ചവർക്കും വെടിവെള്ളിയ ഇമ്പമുള്ള തോപ്പും സൗരഭ്യമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തുന്നതിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരങ്ങളുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവത്തെ വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലത്തുഭാഗത്തെ മകളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാനാകണമേ. ഓശോ നമ്മുടെ വഴിയാത്ര അടുത്തേക്കുന്നല്ലോ ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിടാം. കുഞ്ഞാട്ടിനുടയ മനഞ്ഞു നിന്നാ ലംഘിച്ചിയടിയാ പാപം ചെയ്തതിനാൽ എങ്ങളുടെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയേ. ഉന്നതമണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും. വന്ദനവും സ്തുതിയും വിശുദ്ധ
നിന്നോട് നിങ്ങൾ അപേക്ഷിക്കുന്നു. ഈ മാതാവിനെ കുറിച്ച് ദുഃഖിക്കുന്നവരാൽ ഞങ്ങളെ പ്രത്യേകമായി ഈ മാതാവിന്റെ കുടുംബക്കാരെയും ചർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ടുകൊണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ മാതാവ് അവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വന്ന് അകത്ത് പ്രവേശിച്ച ലോകാരംഭത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യാവകാശമായി അനുഭവിച്ചുകൊള്ളുവിൻ എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരായി തീരുമാനമാകണമേ. ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്കു കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ കാതനാകും ദൈവത്തിനു മഹത്വവും തൻ സുതനും എന്നേക്കും ആമേൻ ആമേൻ. ഇറങ്ങി വന്നവരിക്കും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈകൊള്ള ദിവസമാകുന്നു, അത് കരുത്തിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസമെല്ലാം മനുഷ്യനൊരു പാനീയമാകുന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. സഹായിക്കണമേ. എല്ലാവരും അവരുടെ മരിച്ചവരെ കുറിച്ചുള്ള ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ച് വിടുന്നതുകൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. ആശ്വസിപ്പിക്കണമേ. മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും പുത്രന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. വിളിക്കുന്നങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. അന്യായം വിട്ടകന്നു നീയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് മരണം ഉപദേഷ്ടാവത്രേ. മരണത്തിൽ നിന്നൊഴിയുന്നോരൊരുത്തരുമില്ല. അയന്റെ അധികാരം വിട്ടു പോവാനുമില്ല. ഉത്തരമരുളാ ദേവ അനുഗ്രഹിക്കാം. ചിത്തം അരുതാവേ നീ വരുതേണമേ. എന്നാൽ എന്റെ സഹോദരരെ, നിദ്രകൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ പിൻപിടുകയില്ല എന്നുള്ള ഇതിന് കർത്താവിന്റെ വചനത്താൽ നിങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മെശിഹായിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും.
ഇപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങൾ എടുത്തു കൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരന്മാരെ, നമ്മുടെ കത്തോടും ഭയത്തോടും മടക്കത്തോടും ശ്രദ്ധിച്ചു നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. രക്ഷയും അറിയിക്കുന്ന മത്തായി ശ്ലീഹായുടെ ജീവിതത്തിന്റെ പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. യേശുമിശിഹായുടെ നടപടിയുടെ കാലത്ത് അവൻ ഇപ്രകാരം പറഞ്ഞു പഠിപ്പിച്ചു. സ്വർഗ്ഗരാജ്യം തങ്ങളുടെ ദൈവയക്ഷകളെ എടുത്ത് മണവാളനെ എതിരേൽക്കുന്നവർ പട്ടവർത്തകന്മാരോട് സദൃശമാകും. എന്നാൽ അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദൈവയക്ഷകൾ എടുത്തു, എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരും തങ്ങളുടെ ദൈവയക്ഷകളോടുകൂടെ പാത്രങ്ങൾ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രമയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി. പാതിരാത്രിയിൽ ഇതാ മണവാളൻ വരുന്നു, എതിരേൽപ്പിന് പുറപ്പെടുകയും എന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദൈവേഷ്ടകളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഇതാ തങ്ങളുടെ ദൈവേഷ്ടകൾ വിട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്ക് തരുവീരെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായി, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കുവാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് പറയുന്നു. അവർ വാങ്ങുവാൻ പോയി. അപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവരോടുകൂടെ മണവറയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒടുക്കം മറ്റേ കന്യകമാരും കർത്താവേ, കർത്താവേ, നിങ്ങൾക്ക് തുറക്കണമേ എന്ന് പറയുന്നു. അവൻ ഉത്തരമായിട്ട് അവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ആ നാളും നാഴികയും നിങ്ങൾ അറിയായി കൊണ്ടുവന്നിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കർത്താവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്നർത്ഥം വരുന്ന കുറിയനായിസോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവന്മാർമാക്കളെ സർവ്വജനത്തിന്റെയും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവരുമായ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ വിശ്വാസപരാനെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോട് കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ സകല പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ രൂപയെയും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്നതിന്റെ ഉയർന്നേൽപ്പിന് പ്രകാശമുള്ള കഥകളെ കൊണ്ട് ഞങ്ങൾ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 തവണ കുറിയനായിസോൻ എന്ന് ചൊല്ലണം. കുറിയനായിസോൻ, കുറിയനായിസോൻ, കുറിയനായിസോൻ. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷയോടെ അവസാനിക്കുകയാണ്. ഭൗതിക ശരീരം നമുക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകാം. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ താമസിച്ച് വരികയും ചെയ്തിട്ടുള്ളവർ ഇപ്പോൾ വന്ന് കാണാൻ അവസരമുണ്ട്.
അവിടെ കയറിയിട്ട് ഞാൻ പോണേ. ഒരു കുട പെട്ടെന്ന് നീ മണ്ണിലേക്ക് തിരികെ ചേരുന്ന ഞങ്ങളുടെ കുറിച്ച് അയച്ചവരായ ദൈവമേ, ഉടലത്തെ സത്യത്തിൽ നിത്യജീവനായി ഉയർത്തുന്നു എന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ നിങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരികളുടെ മാതാവായി കണ്ടു തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ കണ്ടു. അതിനുള്ളിൽ എല്ലാ ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. അവരുടെ നാശത്തിലേക്ക് നടത്തപ്പെടുന്നു. അപ്പോൾ സങ്കടത്തോടും നെടുവീഴ്ചയോടുകൂടെ എന്റെ ദേവിയോട് പറഞ്ഞു, നമ്മുടെ അവസാനങ്ങൾ ഞങ്ങളെ ബുദ്ധിയിൽ പൊഴുതുന്നതിനെ ഇതാകുന്നു നമ്മുടെ അവസാനങ്ങൾ ജ്ഞാനികൾ ഞങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതിനെ ഇതാകുന്നു നമ്മുടെ അവസാനങ്ങൾ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിനെ ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിനക്ക് ജനങ്ങളോടുകൂടെ നീ ഒന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവരുടെ ദിവസങ്ങൾ പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ വൃക്ഷം പോലെ പൂത്തുവാടിപ്പോകുന്നുവെന്നും അവയിപ്പാട് ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ വീഴ്ത്തിൽപ്പിക്കുന്നവരെ ഞങ്ങൾക്ക് സ്തുതി. സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ സകലത്തെയും ജീവിക്കുന്ന സംസാരിക്കുന്നതുമായ ഞങ്ങൾ വിശ്വസിക്കും ആമോദനത്തിലുള്ള മാമോദീസ ഞങ്ങൾ നോക്കി പാർട്ടി ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് നിങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിങ്ങളുടെ സഹായത്തിന് നീ വന്നു ഞങ്ങളെ വിശദീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, അനുഗ്രഹങ്ങളും കരുണയും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ബലഹീനതയുള്ള നിങ്ങളുടെ വർഗത്തിന്മേൽ ആവസിച്ച് എന്നേക്കും കാക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആദ്യമായി ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവിനെ വിശദീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്നെ സിംഹാസനത്തിൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ ശുശ്രൂഷയോടെ അവസാനിക്കുന്നു. ഇതിന്റെ മൂടി വയ്ക്കും. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. ഈ ലോകത്തിൽ ഇനി വേഗം വരും. രാജരാജനായി മാറിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു.